എനിക്ക് ഓർമ്മയുണ്ടമ്മേ. എങ്ങാനും മറന്നുപോയാ ഇപ്പൊ എനിക്ക് തല്ലു വിട്ടു, എന്നെ കൊല്ലും. ഇനി കുറച്ചു നേരം കൂടി അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും ചെകഞ്ഞെടുത്തേനെ. എന്തോ ശരിയല്ല. എല്ലാവരെയും പോലെ അമ്മുവിനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, അവളെന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുമുണ്ട്. അമ്മ ഇപ്പൊ അവളെ വിളിച്ചില്ലായിരുന്നെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ എന്താ, എനിക്ക് മനസ്സിലായി ഏട്ടത്തി. എന്റെ ചേലത്തെ ചെമ്പരന്തല്ലേ എന്റെ കാലിലെ കാണാ. ചൂടുകാലത്തൊക്കെ മഴ വന്നാലുള്ള സ്ഥിതി ഇതാണല്ലേ? എന്തോ മറിക്കുന്നുണ്ടല്ലോ. ഞാനോ? എന്താ മോളെ? ആ, പാവം കുട്ടി, നിനക്കൊന്നും അറിയത്തേ ഇല്ല. എത്ര നന്നായി. മണ്ണിനെ പോലെ എന്താന്ന് ചോദിക്കുന്നത് നോക്കൂ. കണ്ണടച്ചുകൊണ്ട് പാല് കുടിക്കുന്ന പൂച്ചയെ പോലെ അഭിനയിക്കാൻ നിൽക്കണ്ട. നിനക്ക് ചുറ്റുമുള്ളതും കാണാൻ പറ്റിയില്ലെങ്കിലും ചുറ്റുമുള്ളവർക്കൊക്കെ നിന്നെ നന്നായി കാണാൻ പറ്റും. അത് തന്നെ ഞാനും ചോദിച്ചത്. നീ എന്തോ ഉദ്ദേശം പറ. നിന്റെ ബിഹേവിയർ എന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. എന്റെ ബിഹേവിയറോ? ഇല്ലല്ലോ, ഞാൻ ഓൾവേസ് ഇങ്ങനെ തന്നെയാ. എല്ലാം നിന്റെ തോന്നലാ. ഞാനും നിന്നെ കുറച്ചു ദിവസങ്ങളായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ നോർമൽ ആയിട്ടല്ല നടന്നു പോകുന്നത്. പിന്നെന്താ? ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും എന്ത് കാര്യത്തിന് നോക്കിയാലും ബിസിയാവും. നിന്റെ കാല് തന്നെ ഇപ്പൊ നിലത്തേ അല്ല. കാല് നിലത്തില്ലെങ്കിൽ ഞാൻ വീണ് പോയില്ലേ മോളെ? അതെ, നീ വീണു പോയിട്ടുണ്ടോ എന്നാ എന്റെ ഡൗട്ട്. നിന്റെ ഈ കുട്ടി തലയിൽ ഡൗട്ട്സ് മാത്രമേ ഉണ്ടാവൂ. ആദ്യം ഓർഗാനിക്സ്, ഇപ്പൊ ഓർഗാനിക് പാഡ് ഉണ്ടാക്കുന്ന കാര്യം നിനക്ക് അറിയുന്നല്ലേ? ഹാ, അറിഞ്ഞിരുന്നു. ഞാൻ ആ കാര്യത്തിലൊക്കെ കുറച്ച് ബിസിയാ, അത്രേ ഉള്ളൂ. വിജയദശമി ദിവസം നമുക്കത് ലോഞ്ച് ചെയ്യണമെന്ന് അറിയില്ലേ? എല്ലാം ടൈമിന് നടക്കണമെങ്കിൽ ഞാൻ കുറച്ച് ഓടിയല്ലേ പറ്റൂ. ഹലോ, എക്സ്ക്യൂസ് മീ. എന്റെ ചെവിയിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും വലിയ പൂന്തോട്ടം പോലെ ഇരിക്കുന്നെ. ബിസി ആയി ഇരിക്കുന്നതിനെ കുറിച്ച് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തു. എന്നാ അതിന് പുറകിൽ എന്താ ഉള്ളതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അതല്ലാതെ വേറെന്താ? എന്തിനെ പറ്റി പറയുന്നേ? നിനക്ക് മൂവി സോങ്സിനെ കുറിച്ച് സ്വല്പം പോലും നോളജ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോ സോങ് മൂളുന്നുണ്ടായിരുന്നല്ലോ. നീ ഇപ്പൊ ഈ കാര്യത്തിൽ എന്റെ മുന്നിൽ കുടുങ്ങിയിരിക്കുക. ഇതിനെന്താ പറയാനുള്ളത്? ഞാൻ അമ്മുവിനെ സ്നേഹിക്കുന്ന കാര്യം നിനക്ക് അറിയാന്നുള്ളത് എനിക്ക് അറിയാം മോളെ. പക്ഷെ തൽക്കാലത്തേക്ക് ആ കാര്യം ആരോടും പറയണ്ടെന്ന് ഡിസൈഡ് ചെയ്തതാ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഹലോ, എക്സ്ക്യൂസ് മീ. എവിടെ കളഞ്ഞു പോയി? ഒന്നുമില്ല മോളെ, ഞാൻ നേരത്തെ ആ സോങ് പാടിയില്ലേ, അത് ടെൻഷൻ വന്നപ്പോ അറിയാതെ പാടിയത്. അതിന് ടെൻഷൻ കാരണമാണോ? ഇത് തനി കോമഡി ആയിട്ട് തോന്നില്ലേ? ഇല്ല മോളെ, അത് സത്യമാ. ഇൻഫാക്ട് സെവാഗ് ബാറ്റ് ചെയ്യുമ്പോ ഇല്ലേ, ഓൾഡ് ഹിന്ദി സോങ്സാ പാടിയിരുന്നത്. എന്തിനാന്നറിയോ? ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഞാനത് മുൻപ് എവിടെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനും ട്രൈ ചെയ്തത്. ആക്ച്വലി ഇത് വർക്കാവും കേട്ടോ. ഇൻഫാക്ട് മോളും ഒന്ന് ട്രൈ ചെയ്യേ. നമ്മുടെ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ എത്ര നല്ല പാട്ടാ ഉള്ളത്. ബി വോക്കൽ ഫോർ ലോക്കൽ എന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ പാടുന്ന കേട്ട ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ആയ അത് നല്ല കാര്യമല്ലേ? വരട്ടെ, ബൈ. വർക്കിലാവും ബിസിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും വേറെ എന്തൊക്കെയോ കാണിക്കുന്നു. എനിക്ക് എന്നെ ശരിയായിട്ട് പറഞ്ഞു തരികയാണല്ലേ? നിന്റെ അമ്മൂന്റെ ഇടയില് ഞാൻ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ടോ ഇല്ലയോന്ന് കണ്ടുപിടിച്ചിരിക്കും ഞാൻ. നോക്കിക്കോ. ഗുഡ് മോർണിംഗ് ബോസ്. ഗുഡ് മോർണിംഗ്. എല്ലാരോടും വർക്ക് ഫ്രം ഹോം പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വന്നിരിക്കുന്നേ?
Good morning, Cheta. Good news. Our product is all set for the launch. ദാറ്റ്സ് ഗ്രേറ്റ് വിക്രാന്ത്. ഹാപ്പി ന്യൂസ്. ബോസ് അറേഞ്ച്മെന്റ്സ് എല്ലാം എങ്ങനെയുണ്ട്? പക്ക ബോറായിട്ടുണ്ട്. ഇതൊരു ഓഫീസാണോ അതോ കല്യാണ വീടാണോ? ടേബിളിന്റെ മേലെ പൂക്കളം വെച്ച് അതിന്റെ മേലെ ലാപ്ടോപ്പ് വെച്ചിരിക്കുന്നു, അതിന്റെ മേലെ പിന്നെയും പൂ വെച്ചേക്കുന്നു. തനിക്കൊന്നും ബോധമില്ലടോ. ബോസ് നിങ്ങൾക്കറിയില്ലേ ഇന്ന് ആയുധ പൂജയാ. വാട്ട്? ഇന്ന് ആയുധ പൂജയാ? ഈ ഓഫീസ് എന്റെയാണ്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ ഓഫീസിൽ ഇങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തത്? നാളെയാണ് നെക്സ്റ്റ് ലോഞ്ചിങ്. എല്ലാവരും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. വർക്ക് പ്രഷർ ഒന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ, പൂജ ആഘോഷിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ എന്ത് ഉത്തരവാദിത്തം ഉള്ളതല്ലേ? ചേട്ടാ കൂൾ ഡൗൺ. ഈ ആയുധ പൂജയുടെ ഐഡിയയും അറേഞ്ച്മെന്റ്സ് ഒന്നും സുമേഷിന്റെ അല്ല. വർക്ക് ഫ്രം ഹോമിലുണ്ടായിരുന്ന എംപ്ലോയീസിനെ പോലും ഓഫീസിലോട്ട് വിളിച്ചത് അവനല്ല. പിന്നെ നിന്റെ ഐഡിയ ആണോ? ഓഫീസിൽ വന്ന് സ്റ്റാഫ് ടൈം വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയുന്നല്ലേ വിക്രാന്ത്? ഐഡിയ എന്റെ അല്ല ചേട്ടാ. പിന്നെ ആരുടെയാടാ? സിദ്ധാർത്ഥിന്റെ ആണോ? അവൻ ആരാ ഈ ഓഫീസിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അയ്യോ, ഇത് സിദ്ധാർത്ഥളിന്റെ അല്ല. നിങ്ങളുടെ ആരുടെ അല്ലെങ്കിൽ പിന്നെ വേറെ ആരുടെയാ? അമൂല്യ മേഡത്തിന്റെയാ ബോസ്. എല്ലാ ഡെക്കറേഷൻസും എടുത്തിട്ട് എംപ്ലോയീസിനെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞു വിടട്ടെ ബോസ്? താനൊക്കെ എന്താ തമാശ കളിക്കാണോ? പാവങ്ങള് എല്ലാരും നേരത്തെ എണീച്ച് വന്നതല്ലേ. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ അവരുടെ ടൈം വേസ്റ്റ് ആയി പോവില്ലേ? ഇവിടെ ഇരുന്ന് എല്ലാരും വർക്ക് ചെയ്തോട്ടെ. ഇറ്റ്സ് ഓക്കെ. ലെറ്റ്സ് സെലിബ്രേറ്റ്. പെൺകുട്ടികൾ സ്ട്രോങ് ആണെന്ന് പിന്നെയും കൺഫേം ആയി. ഇപ്പൊ തന്നെ ഒരു പെണ്ണിന്റെ വാക്ക് എന്റെ ബോസ് ഭയപ്പെടുന്നു. ഇനി കല്യാണം കഴിഞ്ഞാ പക്ക പെൺകോന്തൻ. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളൊന്നും തുറന്നു പറയുന്നില്ലല്ലോ. ഇതെല്ലാം നിനക്കെങ്ങനെയാ? ക്ഷമിക്കൂ, എനിക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ വിക്കിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ടെൻഷനും നിരാശയും കണ്ട് എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെയൊന്നുമില്ല ധ്രുവ. വിക്കിയെ എനിക്ക് പണ്ടുതൊട്ടേ അറിയാൻ വേട്ടത്തി. അവൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ അവൻ ശരിക്കും ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് എനിക്കറിയാം. അവൻ വളരെ ജോളിയായിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഇടയ്ക്കൊക്കെ വാശി കാണിച്ചുകൊണ്ടിരിക്കും. അവന്റെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വാശി പിടിക്കും. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്താ പ്രശ്നം വേട്ടത്തി? പറഞ്ഞോളൂ, കുഴപ്പമില്ല. അതൊന്നും നടക്കില്ല ധ്രുവ. നമുക്ക് മുൻപോട്ടുള്ള വഴി അടയുമ്പോൾ നമ്മൾ മറ്റൊരാളോട് തുറന്നു ചോദിക്കും. അങ്ങനെ പുറത്തു നിന്ന് നോക്കുമ്പോൾ പുതിയൊരു വഴിയും നമുക്ക് തെളിഞ്ഞു കിട്ടും. എന്തിനാ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? പറഞ്ഞോളൂ ഏട്ടത്തി, ഒരു കുഴപ്പമില്ല. നീ എങ്ങനെയാണ് വേദാന്ത ചേട്ടനുമായിട്ടുണ്ടായ വഴക്ക് ആരോടും പറയില്ല എന്ന് പ്രോമിസ് ചെയ്തത്, അതുപോലെ തന്നെയാണ് ധ്രുവ എന്റെ കാര്യങ്ങളുള്ളത്. ശരി ഏട്ടത്തി, ഞാൻ വീണ്ടും ചോദിക്കുന്നില്ല. എന്നാൽ വിക്കി, ഇന്നലെ നിങ്ങൾ നടന്നിരുന്ന രീതി അത് ശരിയല്ല. ആ കാരണം കൊണ്ട് എനിക്ക് ഓഫീസിൽ പോയി വരണമെന്ന് തോന്നി. ഓഫീസിന്റെ അടുത്തോ? എന്തിന്? ഞാൻ അവനോട് സംസാരിക്കും. അവന്റെ നിലപാട് ശരിയല്ല. അവനോട് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ടേ? ഒരു മിനിറ്റ്. വിക്ക് മനസ്സിലുള്ളതെല്ലാം അതുപോലെ തന്നെ വിളിച്ചു പറയും. എന്നാൽ ഞാൻ വളരെ കുറച്ച് സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് നിനക്ക് എന്റെ മേലെ പാവമെന്ന് തോന്നിക്കാണും. എന്നാല് നടന്ന കാര്യങ്ങളിൽ എന്റെ തെറ്റുകൂടിയുണ്ട് ധ്രുവ. ഏത് ഭർത്താവിനും അവന്റെ ഭാര്യ ഒരു മുഖ്യമായ കാര്യം മറച്ചു വെച്ചാല് അതൊരിക്കലും ഇഷ്ടാവില്ല. കല്യാണത്തിന് മുന്നേ എന്നോട് ഒരു കാര്യവും വിക്കിയിൽ നിന്ന് മറച്ചു വെക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. എന്നാൽ അന്നത്തെ അവസ്ഥയിൽ എനിക്കിത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയായത്. എനിക്കൊന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്തില്ല.
അത് വിക്കിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി. അത് സഹജമല്ലേ ധ്രുവ? വിഷയം ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും മാറ്റാന്ന് വിചാരിക്കായിരുന്നു. എന്നാ എല്ലാവരും ഇടയിൽ വന്ന് പ്രശ്നം ഇപ്പൊ ഭയങ്കര വലുതായി. ദയവ് ചെയ്ത് ഇത് ഞങ്ങൾ നോക്കിക്കോളാം. എന്തായാലും അത് ഞങ്ങൾ തന്നെ സഹിക്കണം. ഏട്ടത്തി, ദാമ്പത്യം എന്നത് ചെറിയ ഗ്യാപ്പ് വീണാൽ ഇല്ലാതാകും. അത് തുടക്കത്തിലെ തന്നെ ശരിയാക്കണം. അല്ലെങ്കിൽ അത് മുൻപോട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അറിയില്ല ധ്രുവ, എന്റെ തലയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഞാനായാലും ധ്രുവയായാലും വിക്കിയാണെങ്കിലും മാറ്റാൻ ഒരു വഴിയുമില്ല. എന്തോ ഒരു കാര്യം തീരുമാനിച്ചുകൊണ്ടാ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞതൊന്നും മായ്ക്കാൻ പറ്റില്ല. പരിഹാരം വേറെ നിന്ന് തന്നെ തുടങ്ങണം. അത് തീരുന്നത് വരെ ഈ പ്രശ്നം ഇനിയും വലുതാകാതെ നോക്കണം. അത്രയേ ഉള്ളൂ ധ്രുവ. ദയവ് ചെയ്ത് എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ അറിയാതെ ഈ വിവരം മറ്റാരോടും ധ്രുവ പറയുകയും ചെയ്യരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ സംസാരിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും വിഷമമുള്ള കാര്യം. ഇന്ന് സ്റ്റോക്ക് റിപ്പോർട്ട് അയക്കണം. ആദ്യ ഓർഗാനിക്സിന്റെ പ്രോഫിറ്റും ലോസസും ഇന്ന് തന്നെ എനിക്ക് മെയിൽ ചെയ്തിരിക്കണം. അത് മാത്രമല്ല, സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെയർ ഹൗസിൽ എത്ര മെറ്റീരിയൽസ് ഉണ്ടെന്ന് എനിക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണം. ആൻഡ് ഓൾസോ എടോ സുമേഷേ, താൻ വല്ലതും നോട്ട് ചെയ്യുന്നുണ്ടോ? പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്ക്. തന്നെയൊക്കെ പി ഐ എടുത്ത് എന്നെ വേണം പറയാം. ഒരു കാര്യം പോലും ശരിക്കും ചെയ്യില്ലെന്നോ? നിങ്ങളുടെ സീക്രട്ട് ഞാൻ അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ? നയാ പൈസയുടെ സീക്രട്ട് കാത്തു സൂക്ഷിച്ചവനല്ല ഞാൻ. അങ്ങനെയുള്ള ഈ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ രഹസ്യം ബാങ്ക് ലോക്കറിൽ സ്വർണം വെച്ചതുപോലെ കൊണ്ടു നടക്കുന്നത്. എന്നിട്ടും എന്നോട് ഇങ്ങനെ പറയണോ ബോസ്? നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ട് ബോസ്. പറയൂ. ഈ മീറ്റിംഗ് നാളെ തന്നെ ഫിക്സ് ചെയ്യും. ഓക്കെ ബോസ്. ബോസ്, നിങ്ങളുടേത് സിംഹരാശിയാണല്ലേ? തന്റെ തോന്നിവാസത്തിനൊന്നും എനിക്ക് സമയമില്ല. ഇതെങ്ങനെ തോന്നിവാസമാകാനാ ബോസ്? നിങ്ങളുടെ ലവിന്റെ ജീവിതത്തിന്റെ രഹസ്യമായത്. ബോസ്, നിങ്ങളുടെ വാരഫലത്തിൽ ഇനി 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് ഉമ്മ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കാൻ നോക്കണ്ട. പോയി വർക്ക് ചെയ്യടോ. ബോസ്, ഈ പേപ്പറിൽ ജ്യോതിഷം എഴുതിയിരിക്കുന്ന ആള് പവർഫുൾ ജോത്സ്യന. 2 വർഷത്തിന് മുൻപ് ഇദ്ദേഹം എനിക്ക് ഗരുഡദശയാണെന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോയി പൂജകളും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ ഇഗ്നോർ ചെയ്തതുകൊണ്ട് എന്റെ മീനാക്ഷി എനിക്ക് കിട്ടാൻ എത്ര ലേറ്റ് ആയി അറിയോ ബോസ്? വാട്ട്? അത് ശരി. മീനാക്ഷി ആരടോ? എന്തൊരു ചോദ്യമാ ചോദിക്കുന്നത് ബോസ്? ഈ സുമേഷ് ഇന്നും ജീവനോടെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ മീനാക്ഷിയാ. അവൾ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി മാത്രം ജനിച്ച ഞാൻ കാണാത്തൊരു അത്ഭുതമാ. സിമ്പിൾ ആയിട്ട് അവൾ ആരാന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്റെ ലവ് ആണ് ബോസ്, എന്റെ ലൈഫാണ്, എന്റെ ഹാർട്ടാണ്. കറക്റ്റ് മലയാളത്തിൽ പ്രിയതമ എന്ന് പറയും. പാവ ആ കുട്ടി, അതിന്റെ തലവിധി. അവള് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നാവോ? ഇത് തെറ്റാണ് ബോസ്. പ്യാർ, ഇഷ്ക്, മുഹബത്ത് ഇതെല്ലാവർക്കും ഒന്നാ. അതിന് ജാതി, മതം, ഭേദം, ഭാവം ഒന്നും ഉണ്ടാവില്ല. ലവ് ഈസ് ബ്ലൈൻഡ്. ശരി, ആയിക്കോട്ടെ. കാമുകം പോയി ആ ജോലി ഒന്നും ചെയ്യേ. ബോസ്, മാറ്റർ വേറെ എങ്ങോട്ടാ പോയി. ഞാൻ തമാശ പറയുന്നതല്ല ബോസ്.